T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ 3 മത്സരങ്ങൾ ഇതുവരെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഒരു മത്സരം നെതർലൻഡ്സിനെതിരെ നടക്കാനുണ്ട്. പക്ഷേ എങ്കിൽ കൂടി സൂപ്പർ 8ൻ്റെ ഇന്ത്യയുടെ ഒരു ഏകദേശ ചിത്രം വന്നിട്ടുണ്ട്. നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ്. ഈ 2 ടീമുകളാണ് ഇന്ത്യക്കൊപ്പം ഗ്രൂപ്പിൽ സൂപ്പർ 8 ഗ്രൂപ്പിൽ ഇതുവരെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത്. ഇനി ഓസ്ട്രേലിയ അല്ലെങ്കിൽ സിംബാബ്വെ, അതൊരു വല്ലാത്ത കഥയാണ്. അതായത് ഓസ്ട്രേലിയനെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെയും സിംബാബ്വെക്കെതിരെയും പരാജയപ്പെട്ടതോട് കൂടിയിട്ട് വല്ലാത്തൊരു നാണക്കേടിലേക്ക് ഓസ്ട്രേലിയൻ ടീം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച്, ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഒരു ഗ്ലാമർ പോരാട്ടം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു മത്സരം. അപ്പം എന്തായാലും ഓസ്ട്രേലിയ കയറിയിട്ടില്ലെങ്കിൽ സിംബാബ്വെ കയറാനാണ് സാധ്യത. അയർലൻഡിനെതിരെ നടക്കുന്ന മത്സരം വളരെ നിർണായകമാണ് സിംബാബ്വെക്ക്. സിംബാബ്വെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള 2 മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരം വിജയിച്ചാൽ തന്നെ സിംബാബ്വെ കടക്കും. ഇപ്പം ഇന്ത്യയുടെ സൂപ്പർ 8 സാധ്യതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 22-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് മത്സരം വരുന്നത്. അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇപ്പോൾ ഒരു പരമ്പര ഇന്ത്യ കളിച്ചതാണ്, T20 പരമ്പര. മികച്ച പ്രകടനം തന്നെ ഇന്ത്യ കാഴ്ചവെച്ചാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരുപാട് ചില ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു വിജയം തന്നെയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ 8 ഗ്രൂപ്പിൽ നിന്ന് സെമിയിലേക്ക് കടക്കാൻ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തേണ്ടതുണ്ട്. എന്തൊക്കെയായിരിക്കും അതിന്റെ സാധ്യതകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായും ഈ പറഞ്ഞാൽ തന്നെ നമുക്ക് നിലവിലെ ഫോമിൽ ഇപ്പം ഈ ലോകകപ്പ് തന്നെ ഏറ്റവും മികച്ച ടീമുള്ളതെന്ന് ഇന്ത്യയാണെന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാൻ വേണ്ടി പറ്റും. സൂപ്പർ 8ലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യ റൗണ്ടിൽ സുഖമായിട്ട് തന്നെ സൂപ്പർ 8ലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഇപ്പം എല്ലാ മത്സരവും ജയിച്ചിരുന്നത് കയറുന്ന തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു മത്സരം കൂടി ബാക്കിയുള്ളൂ. പക്ഷേ അവിടെ എത്തുമ്പോൾ അതുപോലെ തന്നെയാണ് വരുന്നത്. ദക്ഷിണാഫ്രിക്ക നമുക്കറിയാം, ദക്ഷിണാഫ്രിക്ക ആയാലും ഇപ്പോൾ സിംബാബ്വെ ആയാലും ഓസ്ട്രേലിയ ആയാലും നമുക്ക് ഒരുപോലെ തന്നെയാണെന്ന് ഒരു ആത്മവിശ്വാസത്തെ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഓസ്ട്രേലിയ മികച്ച മത്സരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ല, ഓസ്ട്രേലിയയുടെ ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാന ശ്വാസം വരെ ഓസ്ട്രേലിയനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചൂടറിഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓസ്ട്രേലിയ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ആ കപ്പും കൊണ്ടേ പോകും. നമ്മൾ നോക്കേണ്ടത് നമുക്ക് സൂപ്പർ 8 വരുന്നത് ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്. അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ. അതിലാണെങ്കിൽ കുറച്ചുകൂടെ ആശ്വാസം ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ എങ്കിൽ നല്ല ടീമുകളാണ്. സിംബാബ്വെ ആണെങ്കിൽ തന്നെ ഓസ്ട്രേലിയ വിട്ട് സിംബാബ്വെയാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ആ കരുത്ത് നമുക്ക് മനസ്സിലാവും. മികച്ച മത്സരം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യ റൗണ്ടിൽ നമുക്ക് പറയുമ്പോൾ പാകിസ്ഥാൻ മാത്രം നമ്മളൊരു പ്രധാന എതിരാളിയെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ അത് ഒരു എതിരാളിയല്ല. ബാക്കിയുള്ള ടീമുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോഴത്തെ നിലവിലെ പാകിസ്ഥാൻ ടീം ഇന്ത്യ മത്സരം വരുമ്പോൾ അറിയാം അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന സൂപ്പർ 8 മത്സരങ്ങളാണ് യഥാർത്ഥ ലോകകപ്പിന്റെ പരീക്ഷണം വരാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്ക ആയാലും ഇപ്പം പണ്ടത്തെ പോലെ പഠിക്കൽ കൊണ്ട് കലടക്കുന്ന ടീമല്ല. പിന്നെ ടെസ്റ്റ് ലോകകപ്പ് കിരീടമൊക്കെ നേടിയിട്ടുണ്ട്. അങ്ങനെ മാറി വരുവാണ്. ഓസ്ട്രേലിയ നമുക്കറിയാം, ഒരു സംശയമില്ല. സിംബാബ്വെ ആണെങ്കിൽ കൂടി ഓസ്ട്രേലിയ വീഴ്ച സിംബാബ്വെ നമുക്ക് കരുത്തുണ്ട്. വിൻഡീസിന് നമുക്ക് ഈ ഫോർമാറ്റിൽ ഏറ്റവും അപകടകരമായ ടീം തന്നെ എപ്പോഴും പറയേണ്ടി വരും. അദ്ദേഹം ഏത് സമയത്തും മാറി വരുന്നത് ഇന്ത്യയിൽ. അതെ, തീർച്ചയായും വരുന്ന സമയത്ത് അത് നമുക്ക് അതും പറയുമ്പോൾ നമുക്ക് ചരിത്രമുണ്ട്. നമുക്കറിയാം ബ്രേത്ത്വെയ്റ്റിനൊക്കെ നമ്മൾ കളി ജയിപ്പിച്ച ചരിത്രമൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാറ്റിംഗ് പരീക്ഷണം നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് പറഞ്ഞാൽ ബാറ്റിംഗ് ഡെപ്താണ് പറയുന്നത്. ബൗളിംഗിൽ നമുക്ക് നിരവധി ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ലോകകപ്പിൽ ആദ്യത്തെ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചില ആശങ്കകളുണ്ട്. ഈ പറഞ്ഞാൽ തന്നെ കുഞ്ഞൻ ടീമോട് മത്സരിക്കുമ്പോൾ തന്നെ ഇഷാൻ കിഷനും സൂര്യകുമാരി അതിനെ മാറ്റി നിർത്തുമ്പോൾ മറ്റു താരങ്ങളൊക്കെ എത്രത്തോളം സ്ഥിരത പുലർത്തുന്നതിൽ സംശയം വരുന്നുണ്ട്. തിലകെല്ലാം 20-30 റൺസ് എടുക്കുന്നതിന് തന്നെ ഒരു T20 തിലകിൻ്റെതായ ഒരു ഇന്നിങ്സ് നമ്മൾ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. അഭിഷേകിൻ്റെ കേസ് നമുക്കൊരു മത്സരം പനി കൊണ്ടുപോയി, മറ്റു 2 മത്സരങ്ങളിൽ ഡക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇവരാരും നമുക്ക് എഴുതി തള്ളുന്ന താരങ്ങളല്ല പറയുന്നത്. ഈ താരങ്ങളൊക്കെ 1-2 മത്സരം വെച്ച് പറയുന്നത് അങ്ങനെയല്ല. എങ്കിൽ കൂടി റിങ്കു സിംഗ് ആയാലും നമുക്കറിയാം, ഹാർദിക് പാണ്ഡ്യ നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഹാർദിക്, ഇഷാൻ, സൂര്യയും ആദ്യത്തെ മത്സരത്തിൽ വലിയ സ്കോർ മാറ്റി നിർത്തിയാൽ നമുക്ക് ഒരു T20 ഇന്നിങ്സ് കണ്ടുവച്ചാൽ അതിലേക്ക് സംശയമാണ്. നമുക്ക് അങ്ങനെ പറയുമ്പോൾ എല്ലാ മത്സരം ജയിക്കേണ്ട ഇന്നിങ്സ് വന്നിട്ടുണ്ട്. യാതൊരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ജയത്തിലേക്ക് വലിയ ജയങ്ങൾ തന്നെ നമുക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതിന് സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ വേണ്ടി താരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ആ ഒരു കുഞ്ഞൻ ടീമുകൾക്ക് വലിയ ടീമുകൾക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പം അതിൽ ബാറ്റിങ്ങിൽ കുറച്ചും കൂടി നമ്മൾ ബാറ്റിങ്ങിലേക്ക് ലോകകപ്പിലേക്ക് എത്തിയ ടീമല്ല ഇപ്പം കളിക്കുന്ന ഒരു സംശയം അവിടെ ബാക്കിയുണ്ട്. ബൗളിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ വലിയ പ്രശ്നമുണ്ട് തോന്നില്ല. അക്ഷർ പട്ടേലായാലും വരുൺ ചക്രവർത്തിയാലും മികച്ച രീതിയിൽ പന്തെറിയുന്നുണ്ട്. 2 പേരും 2 വജ്രായുധങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ പിച്ചിലേക്ക് വരുമ്പോഴേക്ക് 2 പേർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം. കുഴപ്പമില്ല. പേസിലേക്ക് ആയാലും സിറാജ് ഉണ്ട്, അർഷ്ദീപ് ഉണ്ട്, ബൂംറ ഉണ്ട്. അതിലിപ്പോൾ ആരൊക്കെയാണ് കളിക്കുന്നതിൽ മാത്രമേ കാത്തിരുത്ത് കാണേണ്ടതുള്ളൂ. ഈ വമ്പൻ ടീമുകൾക്ക് വരെ മുട്ടാൻ പറ്റിയ നല്ല സെറ്റ് ടീമുണ്ട്. പക്ഷേ ബാറ്റിങ്ങിൽ ഒന്നും കൂടി സെറ്റായി കിട്ടണം എന്നൊരു പിന്നെ ചെറിയൊരു പോരായ്മ ഉണ്ടോ എന്നുള്ള സംശയം മാത്രമേ എനിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോഴോ
ഇപ്പൊ ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള ഇത് പറഞ്ഞ പോലെ തന്നെയാണ്, ജയിക്കേണ്ട ബാറ്റിംഗ് പ്രകടനം ഉണ്ടായി എന്ന് പറഞ്ഞ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ചെറിയ കുഞ്ഞ രാജ്യങ്ങൾ ഇപ്പൊ ഇന്ത്യ വിജയിച്ച 3 മത്സരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമീബിയക്കെതിരെയാണ്, പിന്നെ US-നെതിരെയാണ്, പിന്നെ നമീബിയേക്കാളും US-നേക്കാളും മോശം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരെയാണ്. അപ്പൊ ഈ ഒരു 3 മത്സരങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് വളരെ മികച്ചതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ഒരു കാര്യം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അഭിഷേകിന്റെ ഒരു ഫോമില്ലായ്മ തന്നെയാണ്. 2 മത്സരത്തിൽ അഭിഷേക് ഡെക്കായി എന്ന് പറയുമ്പോൾ അഭിഷേകിന് കൃത്യമായി പാളുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള തന്നെയാണ്, റിസ്ക് എടുത്ത് കൂടുതൽ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്ത്രം അഭിഷേക് പയറ്റാറുണ്ട് എന്നുള്ളത്. പക്ഷെ അഭിഷേകിനെ സംബന്ധിച്ച് 2 മത്സരത്തിൽ ഡെക്ക് എന്ന് പറയുമ്പോൾ വലിയൊരു രീതിയിൽ താരത്തിന്റെ കോൺഫിഡൻസിനെ അത് ബാധിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നെതർലാൻഡിനെതിരെയുള്ള മത്സരം എന്ന് പറയുന്നത് അഭിഷേകിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം അഭിഷേകിന് ഒരു അവസരം, അഭിഷേക് തന്റെ കോൺഫിഡൻസ് വീണ്ടെടുത്തിട്ട് വേണം നമുക്ക് സൂപ്പർ 8ലേക്ക് പോകാൻ. കാരണം അത് വളരെ നിർണായകമായിട്ടുള്ള മത്സരങ്ങളാണ്. ദക്ഷിണാഫ്രിക്കക്കെതിരെ ഇപ്പൊ 4 ദിവസത്തെ ഗ്യാപ്പിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ മത്സരം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ ആണെങ്കിലും സിംബാബ്വെ ആണെങ്കിലും മത്സരമുണ്ട്. പിന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം ഉണ്ട്. ഇപ്പൊ നമ്മൾ വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലും ഇതിനു മുമ്പ് നടന്ന T20 ലോകകപ്പ് നേടിയ ടീമാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിലുള്ള ഒരു നല്ല പെർഫോമൻസ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമും കൂടിയാണ്. എഴുതി തള്ളാൻ പറ്റില്ല. സിംബാബ്വെ പോലെ ഞാൻ ഈ ലോകകപ്പിന്റെ ഏറ്റവും അതിന്റെ ഒരു ഏറ്റവും നല്ലൊരു ഇതായിട്ട് കാണുന്നത് അതിനെയാണ്. അപ്പൊ സിംബാബ്വെയുടെ പ്രകടനം നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ സിംബാബ്വെ വരുന്നെങ്കിൽ തന്നെ ഇന്ത്യക്ക് ആശങ്ക ബാക്കിയാണ്. കാരണം ഇന്ത്യയുടെ നിലവിൽ ബാറ്റിംഗ് നിരയിൽ നമ്മളിപ്പോൾ പറഞ്ഞു കുറച്ച് പോരായ്മകളുണ്ടെന്ന് പറഞ്ഞു. സിംബാബ്വെയുടെ ബോളിംഗ് നിര മികച്ച രീതിയിലൊരു ബോളിംഗ് നിരയായിട്ടാണ് വരുന്നത്. അവിടെ ഒരു നല്ല പോരാട്ടം. പക്ഷെ അവരുടെ ക്യാപ്റ്റൻ പരിക്കിലാണ് എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ടോപ്പ് ഓർഡറിലെ ഒരു കാര്യം പറയാം. ഇപ്പൊ തിലക്, ഇഷാൻ, അതുപോലെ തന്നെ അഭിഷേക്, ഇവര് 3ആണല്ലോ ടോപ്പ് ഓർഡറിൽ ഉള്ളത്. അഭിഷേകിനെ സംബന്ധിച്ച് ഒരു നല്ല ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്. അഭിഷേകിന്റെ ആ ഒരു ശൈലി അങ്ങനെ തന്നെയാണ്. അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഏതറ്റം വരെ പോവുക എന്നുള്ള. ഇപ്പൊ ശ്രീലങ്കയുടെ താരം പാത്തൻ നിസംഗ ഒക്കെ കളിക്കുന്ന സെഞ്ചുറി അടിച്ചപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ. അപ്പൊ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലി വേറെയാണ്. അത് കുറച്ച് നിന്ന് നിലയുറപ്പിച്ച് ആക്സിലറേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലിയാണ്. പക്ഷെ അതേസമയം ഇന്ത്യനെ സംബന്ധിച്ച് പവർ പ്ലേ മാക്സിമം എടുക്കുക, എനിക്ക് തോന്നുന്നു ആദ്യത്തെ 6 ഓവർ കൊണ്ട് കളി തീർക്കുക എന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ എതിരാളികളുടെ അതെ അതെ മാനസിക ആധിപത്യം ഇതാക്കുക എന്നുള്ള ഒരു നേടുക എതിരാളികൾക്ക് മേലെന്നുള്ള ഒരു തന്ത്രമാണ് ഇന്ത്യ പയറ്റുന്നത്. പക്ഷെ അതിൽ ഇന്ത്യക്ക് പരാജയം സംഭവിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അഭിഷേകിന്റെ വിക്കറ്റ് 2 മത്സരത്തിൽ പോയത്. അതുപോലെ തന്നെ തിലക് കളിക്കുന്ന ഇന്നിങ്സുകൾ നമ്മൾ തിലകിന്റെ ഒരു T20 ശൈലിയൊക്കെ വെച്ചിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ അവർ വെച്ച് നോക്കുന്ന സമയത്ത് അത് അത്ര അല്ല, ഇത് പോരാന്നുള്ളൊരു. ഇഷാൻ നല്ല ഫോമിലായതുകൊണ്ടാണ്. നമുക്കറിയാം ഇഷാനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം, ഈ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് ഉണ്ടായിരുന്നില്ലാത്ത ഒരു താരമാണ്. അതെ അതെ, ആ താരമാണ് ഈ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്. അഭിഷേക് ഒന്ന് ഡൗൺ ആകുമ്പോൾ ഇഷാൻ ഇല്ലോണ്ട് മാത്രം നമ്മൾ കരകയറി പോകുന്ന പറയാൻ പറ്റില്ലെങ്കിൽ രണ്ടും പിന്നെ പരാജയമായിരുന്നു. നമുക്ക് വലിയ തിരിച്ചടിയാണ്. ഇപ്പം നമ്മൾ സഞ്ജുവിനെ കണ്ടപ്പോൾ സഞ്ജു ലോകകപ്പ് വരെ കളിച്ച് ലോകകപ്പ് അപ്പോഴേക്ക് തീർന്നു പറയും. ലോകകപ്പ് തൊട്ട് മുമ്പ് തീർന്നു, ഒരു പരമ്പരയിൽ തീർന്നു. അഭിഷേക് നേരെ തിരിച്ചാണ്. അഭിഷേക് ആ പരമ്പരയിൽ മൊത്തം കളിച്ച് ലോകകപ്പ് എത്തുമ്പോഴേക്ക് ആദ്യ മത്സരം ഡക്കായി, പിന്നെ ഒരു പനി വന്നു, വീണ്ടും ഡക്കായി. ഇനിയിപ്പം അഭിഷേക് തിരിച്ചു വരുന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എങ്കിൽ കൂടി ഈ പറയുമ്പോൾ ടോപ്പ് ഓർഡറിൽ നമുക്ക് ആശങ്കകൾ ബാക്കിയാണ്. തീർച്ചയായിട്ടും അതേപോലെ തന്നെയാണ് നമ്മുടെ മധ്യനിരയിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പൊ അഭിഷേക് ഒരു പവർ പ്ലേനെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീം, അല്ലെങ്കിൽ ആ രീതിയിൽ ടോപ്പ് ഓർഡർ പവർ പ്ലേനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിട്ടാണ് മധ്യനിര വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ മധ്യനിരക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കുന്നില്ല പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ ഉത്തരവാദിത്വം മധ്യനിര നിർവഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഡെത്ത് ഓവറുകളിൽ. ഇപ്പൊ നമീബിയക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ ഡെത്ത് ഓവറിലെ ബാറ്റിംഗ് പ്രകടനം വളരെയധികം മോശമായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും. ഇപ്പൊ 200-ലധികമുള്ള ഒരു റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഡെത്ത് ഓവറുകളിൽ തുടരെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നമീബിയക്കെതിരെ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞു. US-നെതിരെ നമുക്കറിയാം കുറച്ച് ചെറിയ രീതിയിൽ വിറച്ചിട്ട് തന്നെയാണ് ജയിച്ചത്. അതുപോലെ തന്നെ പാകിസ്ഥാനെതിരെയാണ് ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് വന്നത്. പക്ഷെ അത് വന്നപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള ഒരു ടീമിനെതിരെ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ഇന്ത്യ കാഴ്ചവെക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ താരതമ്യേന ബെറ്റർ എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ട് പറയുന്നതാണ്. ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കളിച്ച ക്രിക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമീബിയൊക്കെ അതിനെക്കാട്ടി നന്നായി പോരാട്ട വീര്യം കാഴ്ചവെച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. US ഒക്കെ ആ രീതിയിൽ കാഴ്ചവെച്ചെന്ന്
പെർഫോമൻസ്. നമ്മളിപ്പോൾ പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പറയാന്നൊക്കെ ചോദിക്കും ചിലവർ. പക്ഷെ അല്ല ഇപ്പൊ ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ ഇന്ത്യ പാക് പോരാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചരിത്രത്തിന്റെ ഒരു ഇതും കൂടെ വരുമ്പോൾ നമുക്ക് ആ സ്പാർക്ക് കിട്ടുന്നുള്ളൂ. ഇപ്പൊ അതില്ല. അല്ല, ക്രിസ് ശ്രീകാന്ത് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സി ടീം വെച്ചിട്ട് വേണമെങ്കിൽ ഈ പാകിസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാം. അതുപോലെ തന്നെ ബാബർ അസം ഒക്കെയാണ് നിങ്ങളുടെ പ്രധാന ബാറ്ററെങ്കിൽ T20 കളിക്കാതിരിക്കണം നല്ലത്. അതായത് ബാബർ അസമിനൊക്കെയാണ് പ്രധാന ബാറ്ററായിട്ട് കാണിക്കുന്നതെങ്കിൽ അവർ T20 കളിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ സൂപ്പർ 8 വരുന്ന സമയത്ത് അഹമ്മദാബാദിൽ നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയുടെ ഒരു കരുത്ത് നമുക്കറിയാം. ഇപ്പൊ ന്യൂസിലാൻഡിനെ അവർ തോൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു കരുത്തുറ്റ ഒട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു ടീമല്ല ദക്ഷിണാഫ്രിക്ക എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. അതുപോലെ തന്നെയാണ് മധ്യനിരയിലും എന്തെങ്കിലും സാഹചര്യത്തിൽ മധ്യനിരക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മധ്യനിര ആ രീതിയിലേക്ക് എത്തണം. അതുപോലെ തന്നെയാണ് ബോളിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ബോളിംഗിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണ് നമുക്ക് പാകിസ്ഥാനെതിരെ കാണാൻ പറ്റിയത്. ഇപ്പൊ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പേസ് ബോളർമാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നെതർലൻഡിനെതിരെയുള്ള ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബാറ്റിങ്ങിൽ വലിയ ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ഒന്നും നടത്തിയില്ലെങ്കിൽ പോലും ബോളിംഗിൽ ഒരു പക്ഷേ ചിലപ്പോൾ ചില വിശ്രമങ്ങളൊക്കെ അനുവദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അത് 4 ദിവസം കഴിഞ്ഞിട്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ളൊരു മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ രീതിയിൽ വർക്ക് ലോഡ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ വരും. വലിയ ഒരു ടൂർണമെന്റ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആകുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ശൈലി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മത്സരം 26-ന് നടക്കേണ്ടത് ഓസ്ട്രേലിയ ആണെങ്കിൽ നമുക്കറിയാം ഈ ഓസ്ട്രേലിയ ഒരിക്കലും നോക്കൌട്ട് ഘട്ടങ്ങളിലേക്ക് കടന്ന ഒരു ഓസ്ട്രേലിയനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് അവരങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങാനും ഓസ്ട്രേലിയ സൂപ്പർ 8 കടന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പോരാട്ടത്തിന്റെ സൂചന തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അത് അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് അവരുടെ തീരുമാനങ്ങളുടെ ടീമുകൾ അവർ ഹേസൽവുഡ് ഇല്ലാതെയാണ് കളിക്കുന്നത്. അതൊരു നമുക്കറിയാം ഒരു പ്രധാന പേസർ ഇല്ലാതെ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞാണ് ഒരു പ്രധാന പേസ് ബോളർമാരിൽ ഒരാളില്ലാതെ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയ കളിക്കേണ്ടി വരുന്നതാണ്. ഹേസൽവുഡ് നമുക്കറിയാം ഒരു വലിയ രീതിയിൽ ഇന്ത്യൻ കണ്ടീഷനുകളിലും അതുപോലെ തന്നെ ഇന്ത്യ ഉപഭോഗ കണ്ടീഷനുകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നല്ല റെക്കോർഡുള്ള ഒരു താരം തന്നെയാണ് ഹേസൽവുഡ്. ഹേസൽവുഡിന്റെ അഭാവം അവിടെ ഉണ്ട്. പിന്നെ അത് ഹേസൽവുഡ് ഒരു പേസ് ബോളറാണ്. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ടത് ഇപ്പൊ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ശ്രീലങ്കയിലാണ് ഓസ്ട്രേലിയയുടെ എല്ലാ മത്സരങ്ങളും നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ വെച്ചിട്ടാണ് ആ മത്സരം നടക്കേണ്ടത് 26-ന്. അപ്പൊ ആ ഒരു രീതിയിൽ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു ഓസ്ട്രേലിയ എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് കണ്ടറിയണം. അപ്പൊ സ്പിൻ പിച്ചിലേക്ക് വരുമ്പോൾ അധികം സ്പിന്നർമാരില്ലാതെ കളിക്കുന്ന ഒരു തന്ത്രം ഓസ്ട്രേലിയക്ക് പണി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ അവസാന സമയത്ത് വെസ്റ്റ് ഇൻഡീസ് അവസാന മത്സരം ഇനിയിപ്പോ സിംബാബ്വെക്കെതിരെയാണ് ഈ മത്സരമെങ്കിൽ സിംബാബ്വെ നമുക്കറിയാം സിംബാബ്വെ കാഴ്ചവെക്കുന്ന ഒരു പോരാട്ടം ആ രീതിയിൽ വളരെയധികം കയ്യടി അർഹിക്കുന്ന ഒരു പോരാട്ടമാണ്. ഓസ്ട്രേലിയക്കെതിരെ മത്സരം അവർ കളിച്ച രീതി ഒരു ഫീൽഡിംഗ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അവർ കൃത്യമായിട്ട് അത്രയും മികച്ച രീതിയിൽ ഒരു വിജയിക്കണം എന്നുള്ളൊരു അതായത് അത്രയും ആ ഒരു വിജയിക്കണം എന്നുള്ളൊരു താല്പര്യമോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ സിംബാബ്വെനെ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു അയർലൻഡിനെതിരെയുള്ള മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ തന്നെ സിംബാബ്വെ ഇത് കടക്കാനുള്ളൊരു സാധ്യത. അപ്പൊ അതോടൊപ്പം തന്നെയാണ് അവസാന മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്കറിയാം ഹൈ റിസ്ക് ബാറ്റിങ്ങിന്റെ ഒരു സ്ട്രെങ്ത് വരുന്ന ടീം തന്നെയാണ്. അപ്പൊ അവിടെ നമ്മളെ ബോളിംഗ് ആയിരിക്കും കൂടുതൽ എനിക്കൊന്ന് നമ്മുടെ ബാറ്റിങ്ങിനേക്കാളും പണി നമ്മുടെ ബോളിംഗിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഈ എന്താണ് പറയേണ്ടത് കൈക്കരുത്തിന് മുന്നിലേക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അവിടെ അവസാന നിമിഷം വരെ പോരാടേണ്ട ഒരു മത്സരമായിരിക്കും. എപ്പോഴും വേണമെങ്കിലും കളി മാറ്റുന്ന ഒരു അവസാന ഓവർ വരെ ജയിക്കാൻ ഈ നമ്മൾ കണ്ട 30 റൺസൊക്കെ അവസാന ഓവർ അടിച്ചെടുക്കാൻ കെൽപ്പുള്ള ഒരു ടീമാണ് മറുവശത്തുള്ളത് എന്നുള്ളത് T20 ഫോർമാറ്റിന്റെ ഏറ്റവും സുന്ദരമായ മത്സരം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ആദ്യ മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്കയോടാണ്, രണ്ടാം മത്സരം പിന്നെ ഓസ്ട്രേലിയ സിംബാബ്വെ ആയിട്ട്, മൂന്നാമത്തെ ദിവസം കുറച്ച് റിസ്ക് ഒരു ക്രൂഷ്യൽ ആണെങ്കിൽ അത് വല്ലാത്തൊരു തീപ്പൊരി പാർന്ന മത്സരം തന്നെ ആയിരിക്കും. അത് പരമ്പരയിൽ തന്നെ ലോകകപ്പിൽ തന്നെ ഏറ്റവും മികച്ച മത്സരമായി മാറുന്ന എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ അതിന് തന്നെയാണ് സാധ്യത. കാരണം ഈ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്ന ടീം അതെ കൊൽക്കത്തയിലാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരം നമുക്കറിയാം. വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും സിംബാബ്വെനെ പോലുള്ള ഒരു ടീം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നിലവാരത്തിലേക്കൊക്കെ താഴ്ന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു T20 ഫോർമാറ്റിൽ അവരെ തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു സത്യമാണ്. കാരണം ഇന്നും
പല ലീഗുകളിലും T20 ടീമുകളുടെ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ T20 ടീമുകളുടെ ഒരു കരുത്തായിട്ട് ഈ വിൻഡീസ് താരങ്ങൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ ദേശീയ ടീമിന് പോലും കളിക്കാതെ ഫ്രാഞ്ചൈസി ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്ന, ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കളിക്കാൻ പോകുന്ന തരത്തിൽ വരെ താരങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അവരൊരു ടീമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഇതിനു മുമ്പ് കപ്പ് നേടിയിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രം കൂടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു ടീമായിട്ട് വെസ്റ്റ് ഇൻഡീസ് മാറും. എന്തായാലും ഇനിയാണ് ലോകകപ്പിലെ യഥാർത്ഥ അംഗം അല്ലെങ്കിൽ യഥാർത്ഥ പരീക്ഷണങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ അതിലെങ്ങനെ എത്രത്തോളം മികച്ച പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.